സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ 6 മാസം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഇത്തരം ആരാധനാലയങ്ങൾ റവന്യൂ വകുപ്പ് കണ്ടെത്തണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. പോലീസിന്റെ സഹായത്തോടെ ജില്ലാ കളക്ടർമാർ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ശ്യാം, എന്താണ് കോടതിയുടെ നിർദ്ദേശം? ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ 6 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറിക്കാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. 6 മാസത്തിനകം ചീഫ് സെക്രട്ടറി ഈ നിർദ്ദേശം പാലിക്കണം, നടപ്പാക്കണം എന്ന കാര്യവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശത്തിലുണ്ട്. ഇതിൽ പോലീസിന്റെ സഹായത്തോടെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറാണ് നടപടി സ്വീകരിക്കേണ്ടത്. അതത് പ്രദേശങ്ങളിലെ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ ആരാധനാലയങ്ങളാണ് ഇങ്ങനെ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചത് എന്ന് ഉടൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകണം. ജില്ലാ കളക്ടർമാരാണ് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കേണ്ടത്. 6 മാസത്തിനകം ഈ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, സർക്കാരിൻ്റെ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങളെല്ലാം പൊളിച്ചു നീക്കണമെന്നുമാണ് നിർദ്ദേശം. ഇതിന്മേലുള്ളൊരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അതായത് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യം ഈ വിധിന്യായം മുതൽ 1 വർഷം, അതായത് 1 വർഷത്തിനകം ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിക്കണം എന്നും ഹൈക്കോടതി രജിസ്ട്രിയെ അറിയിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ 6 മാസത്തിനകം പൊളിച്ചു നീക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം ആരാധനാലയങ്ങൾ റവന്യൂ വകുപ്പ് കണ്ടെത്തണമെന്നും ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.